ഡോക്ടർ പറഞ്ഞു നടക്കാൻ പറ്റൂല എന്ന്. പെട്ടെന്നുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അവൾ വീണിട്ട് നട്ടെല്ല് പൊട്ടി. സർജറി കഴിഞ്ഞിട്ട് എന്നാലും കാലിന് ചലനമൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഓപ്പറേഷനൊക്കെ ചെയ്തത് വീട്ടിൽ നിന്ന് പേരൻസൊക്കെ കടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ്. അവളെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം നല്ലൊരു തുക ആവശ്യമുണ്ട്. ഇത് ദിൽഷ, അമ്പൂരി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയാണ്. 2026 ജൂൺ മാസം 10-ാം തീയതി ഉണ്ടായ ആക്സിഡൻറ്റിൽ 2 കാലുകളും തളർന്ന് സർജറിക്ക് ശേഷം വാടക വീട്ടിൽ വിശ്രമത്തിലാണ്. എൻ്റെ മോൾക്ക് ഒരു ആക്സിഡൻറ്റ് ജൂൺ 10-ാം തീയതി സംഭവിച്ചു. ബൈക്കിൽ പോയ സമയത്തായിരുന്നു. പെട്ടെന്നുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അവൾ വീണിട്ട് നട്ടെല്ല് പൊട്ടി. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ആദ്യം എത്തിച്ചു. പക്ഷേ അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പെട്ടെന്നാവാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് SP ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവളെ അന്ന് രാത്രി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. പക്ഷേ മോൾക്ക് 2 കാലും ഇപ്പം എടുത്തുവിടാതെ ആയി. അവൾക്ക് നടക്കാനൊന്നും ഇനി കഴിയില്ല. പിന്നെ അപ്പം അതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ട് ഒത്തിരി ബാധ്യതകളുണ്ട്. ഒരുപാട് കടങ്ങളുണ്ട്. ഹസ്ബൻഡ് കൂലി വേലയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അവിടെ ഓപ്പറേഷനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് ഏകദേശം 5-6 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ചികിത്സയ്ക്ക് അവളെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം നല്ലൊരു തുക ആവശ്യമുണ്ട്. പിന്നെ 3 കുഞ്ഞുങ്ങളും പഠിക്കുകയാണ്. അവർക്ക് തുടർന്നുള്ള പഠനം. പിന്നെ ഞങ്ങൾ വാടക വീടാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഭവനമില്ല. ഹസ്ബൻഡ് കൂലി വേലയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, സഹായിക്കുക. ആക്സിഡൻറ്റ് പറ്റിയ ഉടനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു അവർക്ക്. ഞങ്ങളവിടെ പോയിട്ട് MRI CT സ്കാനൊക്കെ എടുത്തു നോക്കി. അപ്പോൾ നട്ടെല്ല് നല്ല പൊട്ടലുണ്ട്, നരമ്പ് അതിൻ്റെ അകത്ത് കുരുങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്, സ്പൈനൽ കോഡിൽ. അതിനുശേഷം ഞങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു വെയിറ്റിങ്ങിന് നിൽക്കാനാണ് പറഞ്ഞത്. അവിടെ 2 ആഴ്ച കിടന്നിട്ട് എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് സർജറി ചെയ്യാൻ എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞു. അത്രയും ഞങ്ങളപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് SP ഫോർട്ട് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തിരി ക്രിട്ടിക്കലാണ്, പെട്ടെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ SP ഫോർട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അത് പ്രമാണിച്ച് പെട്ടെന്ന് തന്നെ SP ഫോർട്ടിലേക്ക് മാറ്റുകയുണ്ടായി. അവിടെ പോയി MRI സ്കാനിങ് ഒക്കെ എടുത്തു. അപ്പോൾ നല്ല ക്രിട്ടിക്കലാണെന്നാണ് പറഞ്ഞത്. അരയ്ക്ക് താഴോട്ട് പിന്നെ ചലനം കിട്ടൂലെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതിനുശേഷം അന്ന് രാത്രി തന്നെ അവിടെ ഒരു 9-10 മണിയായപ്പോൾ തന്നെ സർജറിക്ക് കയറ്റി. 12 മണിയായപ്പോൾ സർജറി. എന്നാലും കാലിന് ചലനമൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും സഹായിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. മോൾക്ക് അരയ്ക്ക് താഴോട്ട് ചലനമൊന്നുമില്ല. അവളുടെ കാല് അനക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾ ഫിസിയോതെറാപ്പി ഡോക്ടറെ വിളിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ യാതൊരു മാറ്റവും, ചെറിയൊരു മാറ്റമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം നല്ലൊരു ഫിസിയോതെറാപ്പി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ടും കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. ഡോക്ടർ പറഞ്ഞത് അവരുടെ അരയ്ക്ക് കീഴ്പോട്ട് ചലനമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. 100%-ൽ 1% പോലും അവൾക്കത് സംഭവിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കത് ഫിസിയോതെറാപ്പിയിൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 കാലും അവൾക്ക് അനക്കാനോ ഒന്നും പറ്റുന്നുമില്ല.
ഇപ്പം ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഫിസിയോതെറാപ്പി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ ഇവളെ നമുക്ക് കോയമ്പത്തൂർ കൊണ്ടുപോയി ബെൽറ്റ് ഇട്ട് നടത്തിക്കണം. അപ്പം അതിന് ലക്ഷങ്ങൾ ചിലവാകും. കഴിഞ്ഞ 10-ാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. നട്ടലിടിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സർജറിയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കാലിന് നടക്കാൻ പറ്റൂല എന്ന്. അങ്ങനെ 9 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഇനിയും തുടർന്ന് ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്. ഓപ്പറേഷനൊക്കെ ചെയ്തത് വീട്ടിൽ നിന്ന് പേരൻസൊക്കെ കടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ്. ഇനിയും തുടർന്ന് ചികിത്സിക്കുന്ന കുറേ സാമ്പത്തികമായ ആവശ്യമുണ്ട്. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും സഹായം എനിക്ക് ആവശ്യമുണ്ട്. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ദിൽഷയ്ക്ക് ഇനി നടക്കണം. ജീവിത കടമ്പകൾ അനേകം കടക്കാനുണ്ട്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള ദിൽഷയുടെ തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ദിൽഷയും കുടുംബവും. ദിൽഷയുടെ സഹോദരൻ ഡെനിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബാലരാമപുരം ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പണം അയയ്ക്കാം.